അത് ക്ലാസ് മനസ്സിലാവാത്ത പ്രശ്നമുണ്ടാവും, പരീക്ഷാ പേടി ഉണ്ടാവും. ഈ പേടിനൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരൊക്കെ ഉപദേശിച്ചിട്ടുണ്ടാവും. അപ്പം ലോഡ് കയറ്റുക എന്ന് പറയുന്നത് വണ്ടിയിൽ എന്ത് സാധനം കയറ്റുന്നതല്ല, വായിൽ ഈ സാധനം കയറ്റി വെക്കുന്നതിനാണ് ലോഡ് കയറ്റുക. ഹൈജാക്ക് ചെയ്യുന്ന പണിയാണ് ലഹരി ചെയ്യുന്നത്. അതോടുകൂടി ആ ആൾക്ക് പിന്നെ അത് കിട്ടാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ലഹരി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിഗുരുതരമായൊരു ഭവിഷ്യത്താണ്. കേരളത്തിലെ ഓരോ കുടുംബവും അതിൻ്റെ പ്രയാസങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലഹരി വിരുദ്ധ ദിനത്തിൽ കൊടുക്കാവുന്നൊരു സന്ദേശം, ഏറ്റവും പ്രധാനമായിട്ടും വിദ്യാർത്ഥികളാണ് ലഹരിയുടെ ഉപഭോക്താക്കളും അതിൻ്റെ കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരവസ്ഥ കേരളത്തെ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. ഇതിൽ നിന്നൊരു മോചനം വേണം. അതിനുവേണ്ടി നമ്മുടെ സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും മാത്രം പരിശ്രമിച്ചാൽ മതിയാകില്ല. എല്ലാവരും, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും വിദ്യാർത്ഥികളും അതിൻ്റെ ഭാഗവാക്കാവൽ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ അടുത്ത തലമുറക്ക് കൃത്യമായ ഒരു ദിശാബോധത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ. KM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അതിൻ്റെ ലഹരി വിരുദ്ധ ദൗത്യം എന്ന രീതിയിൽ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. പോഡ്കാസ്റ്റിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ലഹരി എങ്ങനെയാണ് ഈ സമൂഹത്തെ എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് ഈ പ്രശ്നമെന്ന് പറയുകയാണ്. രണ്ടാമത്, ഒരു ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും, പ്രത്യേകിച്ചും ബ്രെയിനെ ഹൈജാക്ക് ചെയ്യുന്നതാണ് ലഹരിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത്, ഒരു സമൂഹം എന്ന രീതിയിൽ, മലയാളി സമൂഹം എന്ന രീതിയിൽ, വിശിഷ്യ വിദ്യാർത്ഥി സമൂഹം എന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ 3 കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് 1, 2, 3 ഇങ്ങനെ 3 എപ്പിസോഡുകളായിട്ടാണ് ഞങ്ങളിത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ കോളേജിലെ KM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ UUC ആയിട്ടുള്ള വിദ്യാർത്ഥിയാണ് എൻ്റെ കൂടെയുള്ളത്. അദ്ദേഹവും ഞാനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും ഇത് അവതരിപ്പിക്കുന്നത്. ഇത് ഷാഹീൻ, KM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ UUC ആണ്. അദ്ദേഹം ഈ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് വെച്ചിട്ട് ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഷാഹീൻ, എന്തൊക്കെയാണ് പറയാൻ? അതായത് ഇപ്പോൾ കേരളത്തിൽ ലഹരി ഇത്ര വ്യാപകമായിട്ട് ഒരു സാമൂഹിക പ്രശ്നമാവുന്നതിൻ്റെ കാരണമാണ് ആദ്യമായിട്ട് അറിയേണ്ടത്. എത്രത്തോളം വ്യാപകമാണെന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല, ലഹരി എല്ലാ സമൂഹത്തിലും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായ സംഗതിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല. മറ്റ് ജീവജാലങ്ങൾക്ക് അവരുടെ ബേസിക് നീഡ്സാണ് മീറ്റ് ചെയ്യേണ്ടത്. ഭക്ഷണം വേണം, താമസം വേണം, വസ്ത്രം വേണ്ടവർക്ക് വസ്ത്രം വേണം, അല്ലെങ്കിൽ അതിൻ്റേതായ സംവിധാനം ദൈവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് മതി. മനുഷ്യനത് പോരാ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പദവി വേണം, പണം വേണം, അംഗീകാരം വേണം, സന്തോഷം വേണം. ഈ 4 പോയിന്റുകൾ പ്രധാനപ്പെട്ടത്. ഇത് ലഹരിയാണ്. ഈ 4 ലഹരിയാണ്. ഇത് 4 ബേസിക് നീഡ്സ് അല്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് കിട്ടുന്ന ഒരു അവസ്ഥയ്ക്കാണ് പിന്നെ ലഹരി എന്ന് പറയുന്നത്. പക്ഷേ അത് പെട്ടെന്ന് കിട്ടുക, ഏത് കാര്യത്തിലും അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് സാധിക്കണമെന്ന്, പെട്ടെന്ന് സന്തോഷം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് മനസ്സിന് സന്തോഷം കൊടുക്കുന്ന, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡോപ്പാമിൻ, പിന്നെ അതുപോലുള്ള കെമിക്കലുകൾ, ഇത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കൂടല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കെമിക്കൽ ബോണ്ട് സാധനമാണ്. അതിൻ്റെ ഏറ്റവും നിർണായക ഘടകം എന്ന് പറയുന്നത് തലച്ചോറാണ്. ബ്രെയിന് ഏറ്റവും സന്തോഷം തരും. നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ആരാണ് കമൻറ്റ് ചെയ്യുന്നത്? നമ്മൾ ബ്രെയിനാണ് കമൻറ്റ് ചെയ്യുന്നത്. സമാധാനവും സന്തോഷവും ചിരിയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഇതൊന്നും എവിടെയെങ്കിലും വരുന്നൊരു സാധനമല്ല. ഇതൊക്കെ കെമിക്കലാണ്, എല്ലാം കെമിക്കലാണ്. അപ്പോൾ ഈ കെമിക്കൽ സാധനം എത്രമാത്രം നമുക്ക് ഡോപ്പാമിൻ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ സന്തോഷവാന്മാരായി. അതെവിടെ നിന്ന് കിട്ടും? അതിനാണ് ലഹരി എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിൽ ഇത് വ്യാപകമാവാൻ കാരണം പലതുണ്ട്. ഒന്ന്, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഓൾറെഡി നമുക്കൊരു ചാനൽ ഓപ്പണാണ്. അതായത് ഇങ്ങോട്ട് ഒരുപാട് സാധനങ്ങൾ വരണം, അത് നമ്മൾ വാങ്ങി കഴിക്കണം, ഉപയോഗിക്കണം. അപ്പോൾ ഇതിനുള്ളൊരു ചാനൽ അവിടെ ഉണ്ടാവുമ്പോൾ അതിലൂടെ എല്ലാവരും വരും. ഒരു ജനൽ തുറന്നതുപോലെയാണ്. ഒരു ജനൽ തുറന്നു കഴിയുന്നത് എന്തിനാ? നമുക്ക് നല്ല ശുദ്ധവായു കിട്ടാൻ. അതിൻ്റെ കൂടെ പ്രാണികൾ വരും. ഇതേപോലെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ
നമ്മളുടെ സമൂഹത്തിലേക്ക് വരുന്നത് പുറത്തു നിന്നാണ്. പുറത്തു നിന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് കുറച്ച് ഫ്രജൈൽ സ്റ്റേറ്റാണ്. അതൊന്ന് കൺസ്യൂമർ എന്നൊരു സംഭവം. രണ്ടാമത് നമുക്ക് എല്ലാം ഒരു ഇമിറ്റേഷൻ മെൻറ്റാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഓരോ കാര്യത്തെക്കുറിച്ചുള്ള കൗതുകങ്ങൾ നമുക്ക് ഇവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളുടെ സമൂഹം അതിനോട് അട്രാക്റ്റ് ആയിത്തീരും, അത് ഏറ്റെടുക്കൂലേ? ഏറ്റെടുക്കും. മൂന്നാമത്തെ കാര്യം, നമ്മളൊരു കോസ്റ്റൽ പ്രദേശത്ത് നിൽക്കുന്ന സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ 3 രീതിയിലാണ് നമുക്ക് പ്രധാനമായിട്ടും ഇൻലാൻഡ്, അതായത് പിന്നെ ട്രെയിൻ പോലുള്ള മാർഗങ്ങൾ, ബസ് അതൊക്കെ പെടും. മറ്റൊന്ന് എയർ, അതുപോലെ മറ്റൊന്ന് കടൽ മാർഗം. ഇത് 3ലേക്കും ആക്സസ് ഉള്ള പ്രദേശമാണ് കേരളം. പണ്ട് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് കുറേ സാധനങ്ങൾ പോയിരുന്നെങ്കിൽ ഇന്ന് പല സാധനങ്ങളും ഇങ്ങോട്ട് വരികയാണ്. ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയിൽ ലഹരിയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കൻ രാജ്യങ്ങൾ. ഇവിടെയൊക്കെ ലഹരി അവർ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും കഞ്ചാവ്, അതുപോലെ ചരസ് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രശ്നമില്ല. അത് കഴിക്കുന്നവരുണ്ട്. ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ച ആളാണ്. സൗദി അറേബ്യയിൽ എന്താണ് ലഹരി തീരെ പറ്റില്ലല്ലോ. ആ സ്ഥലത്തുമുണ്ട് കാത്ത് എന്ന് പറയുന്ന കഞ്ചാവിനെ പോലെ ഒരു ചെടി വളർത്തുന്ന സ്ഥലം, കൃഷിയുണ്ട്. എന്നിട്ട് ഫീഫ മല എന്നൊക്കെ പറയും. കുറച്ച് ഏരിയ ഉണ്ട് ജിസാൻ ഭാഗത്ത്. അവിടെ പോയിട്ട് ആളുകൾക്ക് ഇത് അടിക്കാം. എന്നിട്ട് അതിന് ആളുകൾ അവിടുന്ന് റൂം എടുക്കും. ഞങ്ങൾ ലോഡ് കയറ്റിയിട്ട് പോകുന്നു. അപ്പോൾ ലോഡ് കയറ്റുക എന്ന് പറയുന്നത് വണ്ടിയിൽ എന്തെങ്കിലും സാധനം കയറ്റുന്നതല്ല, വായിൽ ഈ സാധനം കയറ്റി വെക്കുന്നതിനാണ് ലോഡ് കയറ്റുക. അപ്പോൾ ഈ ലോഡ് കയറ്റിയിട്ട് അവർ പിന്നെ മൂടായി പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ച് മല ഇറങ്ങും. മല എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ചെക്കുന്നിനേക്കാളൊക്കെ വലിയ മലയാണ് ഫീഫ മല എന്ന് പറയും. അപ്പം അത്രയും ഒരു സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ സൗദി അറേബ്യയിൽ ജിസാൻ കഴിഞ്ഞ് ജിദ്ദയിലേക്കും മറ്റൊക്കെ ഉള്ള എൻട്രി പോയിന്റുകളിൽ കാത്തു പിടിക്കാനായിട്ട് ലഹരി സംഘങ്ങൾ, എക്സൈസ് സംഘങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ലഹരി പിടിക്കാനായിട്ട് അത് അവിടെ കഴിക്കാം, പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സംവിധാനങ്ങൾ. അപ്പോൾ എല്ലായിടത്തും ഈ വിഷയമുണ്ട്. ചിലയിടത്ത് ഇത് നമുക്ക് കഴിക്കാവുന്നത് എന്ന് പറയുന്ന സാധനം ചിലയിടത്ത് കഴിക്കാൻ പാടില്ലാത്തതാണ്. അപ്പം നമ്മൾ പറയും കഞ്ചാവൊക്കെ ഇന്ത്യയിൽ പലയിടത്തും ഫ്രീ ആയിട്ട് കിട്ടുമോ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. എന്നാൽ ചില ആളുകൾ അത്ഭുതപ്പെടും. പിന്നെ ഫോറിൻ ലിക്കർ, ചാരായം ഇതൊക്കെ കേരളത്തിൽ സുലഭമാണല്ലോ, അല്ലേ? അപ്പോൾ ഇതത്രയേ ഉള്ളൂ. ലഹരി എന്ന് പറയുന്നത് ചെറുതാവട്ടെ വലുതാവട്ടെ ലഹരിയാണ്. വ്യത്യാസം ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലഹരി ഏത് രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ രാസലഹരി എന്ന് പറയുന്നത്, സിന്തറ്റിക് ഡ്രഗ്സ്. അപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ വ്യാപനം കേരളത്തിൽ കൂടി. അതാണ് മെയിനായിട്ടുള്ള ചോദ്യം. അതിന് ഏറ്റവും പ്രധാനം, നമുക്കിന്ന് ഓൺലൈൻ ആക്സസ് ഭയങ്കരമാണ്. കേരളത്തിലെ എല്ലാവരുടെ കയ്യിലും 2 മൊബൈലെങ്കിലും ഉണ്ടായിരിക്കും. എല്ലാത്തിലും ഡാറ്റ ഉണ്ടായിരിക്കും, ഫ്രീ ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കച്ചവടം നടക്കുന്നത് മൊബൈലിലൂടെയാണ്, ഓൺലൈനിലൂടെയാണ്. എല്ലാ മാർക്കറ്റിലും മിക്കവാറും എത്തുന്നത് ഓൺലൈനിലൂടെയാണ്. അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് ഗൂഗിൾ പേയിലൂടെയാണ്. ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റാമ്പാണോ എന്നറിയില്ല, അതെന്താണെന്നറിയില്ല. അതൊരു വിരലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ വെക്കാവുന്ന അത്ര കിട്ടിയാൽ തന്നെ ഒരാളുടെ ഒരു ദിവസത്തെ ആവശ്യം ഇത്രയും ചെറിയൊരു എമൗണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം. ഇത് മൂന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സിസ്റ്റം പഴയതാണ്. കള്ളു കഞ്ചാവ് പിടിക്കുന്ന സിസ്റ്റമാണ് നിലവിലുള്ളത്. നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് പ്രാപ്തരാണ്. അതിലപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് നിയന്ത്രിക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. കേരളത്തിൻ്റെ മാർക്കറ്റിൻ്റെ സൈസ് ചെറുതാണ്. എല്ലാവരുടെ വീട്ടിലും ഈ സാധനം ഉണ്ടെങ്കിലും സൈസ് ചെറുതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം കണക്കെടുത്തപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു കണക്ക് $400 ബില്യൺ ബിസിനസ്സാണ് ഒരു വർഷം ലോകത്ത് നടക്കുന്നത്. എന്ന് വെച്ചാൽ 35 ലക്ഷം കോടി രൂപ. 35 ലക്ഷം കോടി ചെറുതല്ലല്ലോ. അത് ബേസിക് നീഡായി മാറി. സത്യത്തിൽ അത് ലോകത്തിൻ്റെ ബേസിക് നീഡായി പോയി. ഏതുപോലെ ഭക്ഷണം പോലെ ഒരു സാധനമാണ് ലഹരി. അങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്. പക്ഷേ രാസലഹരി തൊട്ട് കഴിഞ്ഞാൽ പേടിയാണ്. രാസലഹരി അതിൻ്റെ ഒരു വ്യത്യാസം വേണമെങ്കിൽ പറയാം. രാസലഹരിയും സാധാരണ നമ്മളെ കള്ളും കഞ്ചാവും തമ്മിൽ എന്താണ് വ്യത്യാസം? കള്ള് ചെത്തുന്നതാണ്, കഞ്ചാവ് കൃഷി ചെയ്യുന്നതാണ്, ചരസ് കൃഷി ചെയ്യുന്നതാണ്. ഇതൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ നാച്ചുറൽ പ്രോസസ്സ് ഉണ്ട്. ഒരാളത് നശിപ്പിക്കുന്നത് പതിയെ. രാസലഹരി ലാബിലുണ്ടാക്കുന്നതാണ്. അതാണല്ലോ വ്യത്യാസം. ലാബിലുണ്ടാക്കുന്നത്
മെത്ത എന്ന് പറയുന്ന ഒരു സാധനവും പിന്നെ ആംഫിറ്റാമിൻ എന്ന് പറയുന്ന ഒരു സാധനം, അതാണ് മെറ്റാംഫിറ്റാമിൻ എന്ന് പറയുന്നത്. അതാണ് പിന്നെ MDMAയിലെ MA എന്ന് പറയുന്നത്. മെറ്റാംഫിറ്റാമിൻ എന്നാണ് പറയുക. ആ മെറ്റയും ആംഫിറ്റാമിനും ചേർന്നതാണ്. ഇത് 1912 പിന്നെ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു പിന്നെ കെമിസ്റ്റ് ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. അന്നത് ഉപയോഗിച്ചിരുന്നത് പിന്നെ നമ്മളിപ്പം പിന്നെ വേദന സംഹാരി ആ ഒരു രീതിയിലൊക്കെ ഒരു സാധനമാണ്. 1970കളിൽ ഇത് അമേരിക്കൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ഡ്രഗായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ചില മരുന്നുകൾ, റെസ്ട്രിക്റ്റഡ് മരുന്നുകളുണ്ട്, അതിപ്പോൾ കപ്പ് സിറപ്പായാലും പോലും കുറഞ്ഞ ലഹരി അതിലുണ്ട്. അപ്പോൾ അത്തരം റെസ്ട്രിക്റ്റഡ് മരുന്നുകൾക്ക് പ്രിസ്ക്രിപ്ഷൻ ആവശ്യമാണ്. എന്ന് വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടു കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ. അങ്ങനെ ലിമിറ്റ് ചെയ്ത മരുന്നുകൾ അതിൽപ്പെട്ടതാണ് MDMAൻ്റെ ബേസ്. അത് പൊട്ടി. അത് പലർക്കും പിന്നെ ലാബിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരവസ്ഥ വന്നു സ്ട്രീറ്റിലേക്ക്. 1970 അവസ്ഥ ഞാൻ പറഞ്ഞത്. 80 ആയപ്പോഴേക്ക് ഇത് കുറേശ്ശെ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. 2016 എത്തിയപ്പോഴേക്ക് ഇത് സീരിയസ് ആയി. ഇപ്പോൾ 2016 കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 0.3%, 0.5% താഴെ ലോകത്ത് പോപ്പുലേഷൻ്റെ 0.5% താഴെ ആളുകൾ ലഹരി ഉപയോഗിച്ചിരുന്നെങ്കിൽ 10 വർഷം കഴിഞ്ഞപ്പോൾ 1% മുകളിലേക്ക് എത്തി. 2026 ആകുമ്പോഴേക്ക് ഭീകരമായി. ഒരു വർഷം കൊണ്ട്. കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇന്ന് ഒരു സ്കൂളിൽ പോകുന്ന ഹൈസ്കൂൾ തലം മുതൽക്കുള്ള വിദ്യാർത്ഥികൾ എടുത്തു കഴിഞ്ഞാൽ 1/3 കുട്ടിക്കുണ്ട് എന്ന് പറയപ്പെടും. 1/3 കുട്ടി ഡ്രഗിന് അഡിക്റ്റാണ് എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ഈ പ്രശ്നം ഉണ്ട്. ഇതാണ് നമ്മൾ കേരളം നേരിടുന്ന ഭവിഷ്യത്ത്. പിന്നെ ഇപ്പോൾ ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള മാർഗം, തിരിച്ചറിയാൻ ഇത് മറ്റ് ലഹരികൾ പോലെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പ്രകടമാകുന്നത് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് വെച്ചിട്ടാണ്. കള്ള് കുടിച്ചാൽ ആഫ്റ്റർ ഇഫക്റ്റ് അല്ല, നമുക്ക് സ്മെല്ല് ചെയ്യും. സിഗരറ്റ് അടിച്ചാൽ, കഞ്ചാവ് അടിച്ചാൽ നമുക്ക് സ്മെല്ല് ചെയ്യും. അതുപോലെ തന്നെ കാട്ടിക്കൂട്ടുന്ന ചില ബോഡി ലാംഗ്വേജ്, അതിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാവുന്നത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്ലാസ് ടീച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആളുടെ പ്രോഗ്രസ് പിറകോട്ട് പോകും, ആബ്സെൻറ്റീസം വരും, കുട്ടി ക്ലാസ്സിൽ വരുന്നൊരവസ്ഥ കുറയും. നേരത്തെ തന്നെ കമ്പനി മാറും. ഇത് കിട്ടുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും കമ്പനിയിലേക്ക് ആൾ ഷിഫ്റ്റ് ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൊത്തത്തിലൊരു ആബ്സെന്റ് മൈൻഡഡ് ആവും. അപ്പിയറൻസ് മാറും. പിന്നെ സാർ, ഇത് ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിജീവിതത്തെയും അതുപോലെ കുടുംബജീവിതത്തെയൊക്കെ എത്രത്തോളം നന്നായിട്ട് മാറ്റുമെന്നാണ് അല്ലേ? അതെ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം അതിന് അഡിക്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡിക്റ്റ് ആവുക എന്ന് അതല്ല. ഇതിപ്പോൾ നമ്മൾ സമൂഹത്തെക്കുറിച്ച് മൊത്തത്തിൽ പറയണം, എങ്ങനെ സമൂഹത്തെ ബാധിക്കും എന്നുള്ളത് മൊത്തത്തിൽ പറയണം. സമൂഹത്തെ നമുക്ക് 4 തിരിക്കണം കാര്യത്തിൽ. 1, ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, ലഹരി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. 2, ലഹരിക്ക് അടിമപ്പെട്ട ആൾ. 3, ലഹരി മുക്തനായ ആൾ, ലഹരിയിൽ നിന്നും വിമുക്തി നേടിയ ആൾ. 4, ഇതുവരെ ഉപയോഗിക്കാത്ത ആൾ. അപ്പോൾ ഇതുവരെ ഉപയോഗിക്കാത്ത സമൂഹം, അത് ചിലപ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി അതായിരിക്കും. ഇവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ മദ്യം കഴിക്കുന്നു എന്തിൻ്റെ പേരിൽ? പീർ പ്രഷർ. അതായത് ഒപ്പമുള്ള ആൾ പിന്നെ കുടിക്കുന്നു, കുടിക്കട എന്ന് പറഞ്ഞ് കൂടണം എന്ന് പറഞ്ഞ് അവൻ കഴിക്കും. അതായത് ഒരാൾ പുതിയതായിട്ട് മദ്യം കഴിക്കും. ഈ മദ്യം കഴിക്കുന്ന മറ്റേയാൾ, കഴിക്കാൻ കൊണ്ടുപോയ സുഹൃത്ത്, ആ സുഹൃത്ത് ഒരു പക്ഷേ എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കലോ കൊല്ലത്തിലൊരിക്കലോ കഴിക്കുന്ന ആളായിരിക്കും. അതായിരിക്കും ഇവനോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇവൻ പിറ്റേന്ന് മുതൽക്ക് കുടിയനായി മാറി. അതിന് കാരണമുണ്ട്. അത് അവനല്ല കാരണക്കാരൻ. അവൻ്റെ ജീനിൽ സ്ലീപ്പിംഗ് സെല്ലായിട്ട് കിടക്കുന്ന ഒരു സെല്ല് ട്രിഗർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ആ സെല്ല് അത് DNA ആണ്, മറ്റൊരാളുടേതാണ്. അത് പിതാവിൻ്റെ, പൂർവ്വപിതാവിൻ്റെ മറ്റേതെങ്കിലും റിലേഷൻസ്, ഒരു ചിലപ്പോൾ 100 കൊല്ലം അപ്പുറത്തുള്ള ഒരാളെ അവൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ സെല്ലാണ് ഇവിടെ കിടക്കുന്നത്.
അദ്ദേഹം ഒരു കുടിയനായിരുന്നു, അഡിക്റ്റ് ആയിരുന്നു. അതാണ് പോപ്പപ്പ് ചെയ്തിരിക്കുന്നത്. അത് കാരണമായിട്ടാണ് ഇവിടെ വന്നത്. അത് കാരണം മൊത്തത്തിൽ അങ്ങനെയാണ്. അല്ല, മൊത്തത്തിൽ അങ്ങനെയാണ്. അതായത് ഒരു ആളും സ്വയം നശിക്കാൻ വേണ്ടി കുടിക്കുന്നില്ല, ഒരാൾ സ്വയം നശിക്കാൻ വേണ്ടി ഡ്രഗ് അഡിക്റ്റ് ആവുന്നില്ല. ഈ ഡ്രഗ് അഡിക്റ്റ് ആവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വിദ്യാർത്ഥികളാണെങ്കിൽ കൂടെയുള്ള ഒരു സംഘം അവർ കഴിക്കുന്നില്ല. വളരെ പ്രധാനമാണല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കിൾ, ഫ്രണ്ട് സർക്കിൾ. ഫ്രണ്ട് സർക്കിൾ പ്രധാനപ്പെട്ടതാണ്. 2, ഇവനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ട് ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു സൊല്യൂഷൻ ആരും പറഞ്ഞിട്ടുണ്ടാവും, ഈ സാധനം ക്യാരി ചെയ്തു, കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ അവൻ ടേസ്റ്റ് ചെയ്യണ്ടേ, ഇത് നല്ലതാണ് മോശമാണെന്ന് പറയണ്ടേ? പറയണമെങ്കിൽ ഇത് വേണമല്ലോ, കഴിച്ചു നോക്കണം. 3-മത്തേത്, ഇതൊരു ഡിഗ്നിറ്റി പ്രശ്നമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്, നമ്മൾ വാല്യൂസ് സ്വീകരിക്കുന്നത് സൊസൈറ്റിയിലെ സിനിമകളിലൂടെ, പാർട്ടികളിലൂടെ, ആളുകളുടെ മറ്റു മേക്കപ്പുകളിലൂടെയാണ്. സ്വയം ഒരു ഉയർന്ന ഒരാളാവണം തോന്നുമ്പോൾ. 4-മത്തേത് സന്തോഷം കിട്ടാൻ വേണ്ടി. പല ടെൻഷനുണ്ടാവും കുട്ടികൾക്ക്. പിന്നെ വിദ്യാഭ്യാസം, അതായത് ക്ലാസ് മനസ്സിലാവാത്ത പ്രശ്നങ്ങളുണ്ടാവും, പരീക്ഷാ പേടി ഉണ്ടാവും. ഈ പേടിയിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരൊക്കെ ഉപദേശിച്ചിട്ടുണ്ടാവും, എടാ ഇത് ഉഷാറാണ്, അവൻ നോക്കിയാൽ പരീക്ഷ എഴുന്നേക്കും. ഇത് അവൻ്റെ പിന്നെ ഇതായി പോവാണ്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറ്റു നേരത്തെ പറഞ്ഞ നേച്ചുറൽ അഡിക്റ്റിനെ പോലെ അല്ലെങ്കിൽ നേച്ചുറൽ ഡ്രഗ്സിനെ പോലെയല്ല സിന്തറ്റിക് ഡ്രഗ്സ്. സിന്തറ്റിക് ഡ്രഗ്സിനെ നമുക്ക് എത്രയും മാക്സിമത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. MDMA പോലെ, LSD പോലുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ സിന്തറ്റിക് കഞ്ചാവുണ്ട്. ഈ സാധനങ്ങൾ ലാബിലാണ് വരുന്നത്. ഇത് ഏത് അവസ്ഥയിലേക്കും കൊണ്ടുപോകാൻ പറ്റും. മിക്കവാറും ഈ ചെറിയ അളവ് തന്നെയും ഭീകരമായ പ്രതിസന്ധിയാണ്. ആളെ എത്രയും പെട്ടെന്ന് ബ്രെയിനെ ഹൈജാക്ക് ചെയ്യുന്ന പണിയാണ് ലഹരി ചെയ്യുന്നത്. ബ്രെയിനെ ഹൈജാക്ക് ചെയ്യുന്നു. അതോടുകൂടി ആ ആൾക്ക് പിന്നെ അത് കിട്ടാതിരിക്കാൻ പറ്റില്ല. അത് വഴി അവർക്ക് പിന്നെ സെറാട്ടോൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ സന്തോഷത്തിൻ്റെ പിന്നെ ഹോർമോണാണ്. അതുപോലെ തന്നെ ഡോപ്പാമീൻ, ഇതൊക്കെ സന്തോഷത്തിൻ്റെ ഹോർമോണാണ്. ഇത് എന്താ ചെയ്യുന്നത് അറിയോ? ഇത് പിന്നെ ബ്രെയിൻ തരുന്ന സാധനമാണ്, പക്ഷെ അത് തരേണ്ട അളവിനെ തരാൻ പറ്റുള്ളൂ. ഇത് ചെയ്യുന്നത് തന്നെ പിന്നെ MDMA കഴിക്കുന്നതോട് കൂടി എന്താ ചെയ്യുന്നത്, ബ്രെയിനിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ട്രിഗർ ചെയ്യുക. ഈ പിന്നെ ഹോർമോൺ ഉണ്ടാക്കുന്ന പിന്നെ സ്ഥലങ്ങളുണ്ട് ബ്രെയിനിൽ, പല ഫങ്ഷൻസും പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിനെ അട്രാക്റ്റ് ചെയ്യണം. അതിനെ അട്രാക്റ്റ് ചെയ്തിട്ട് കൂടിയ അളവിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക, നിരന്തരം പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് സംഭവിക്കുന്നത്. ഇത് പിന്നെ കിട്ടാതിരിക്കാൻ പറ്റുമോ? ഇതിലേക്ക് പിന്നെ ആൾ പോയിക്കൊണ്ടേയിരിക്കും. അവിടെ സാധാരണ നേച്ചുറൽ ആയിട്ടുള്ള ഡ്രഗ്സിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആളെ ഒരു പിന്നെ ലഹരിയിലേക്ക് എത്തിക്കും. സിന്തറ്റിക് ലഹരിയിലേക്ക് എത്തിക്കുന്നു മാത്രമല്ല, അത് അലൂസിനേഷനിലേക്ക് എത്തിക്കും. എന്ന് വെച്ചാൽ ആളൊരു ഭ്രമാത്മകമായ അവസ്ഥയിലേക്ക് പോകും. ഞാൻ പറക്കാൻ കഴിവുള്ളവനാണ്, എനിക്ക് ആ ആളെ കയ്യിലൊരു ബൈക്ക് കൊടുത്തു നോക്കേണ്ടി, അത് പോകുന്ന സ്പീഡിന് കണക്കുണ്ടല്ലോ, റോഡിൻ്റെ സ്പീഡല്ല. ആൾക്കാർ തോന്നുന്നു എനിക്കത് കഴിയും, നോ പ്രോബ്ലം. ഇതാണ് ഈ സാധനം കൊണ്ടുണ്ടാവുന്ന ഡേഞ്ചർ. അപ്പോൾ കുറേ സമയത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ഹാഫ് എ ഡേ അവൻ ആ മൂഡിലായിരിക്കും. ഹി വിൽ നോട്ട് ബി നോർമൽ. നോർമലായിട്ട് കള്ളു കുടിച്ചാളെ സംബന്ധിച്ചിടത്തോളം അവസ്ഥയല്ല, കഞ്ചാവ് അടിച്ചതിനെ പോലുള്ള അവസ്ഥയല്ല ഉണ്ടാവുന്നത്. വേറെ ലോകത്തേക്ക്. അപ്പോൾ ഈ ലോകം അനുഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാൻ അത് വീണ്ടും വേണ്ടി വരും. പിന്നെ അത് ഫസ്റ്റ് യൂസ് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു സംസാരം നമ്മൾ പൊതുവെ കേൾക്കാറുണ്ടെന്ന് വെച്ചാൽ, ഈ ആളുകളുടെ ഇടയിൽ ഇതൊരു വിഷയമാവാറുണ്ട്. നമ്മളെ ക്യാമ്പസിലൊന്നും ഇല്ലല്ലോ. ഇല്ലാതെ നമ്മളെ ക്യാമ്പസിൽ ഇല്ല എന്നുള്ളതാണ് നമ്മളതിൽ ഒരു സന്തോഷം നൽകുന്നത്. പക്ഷേ ഒരാൾ വന്നാൽ മതി, അപ്പോൾ പറയും, എടാ ഇതെന്താ വെച്ചാൽ നമുക്ക് പീർ പ്രഷർ താങ്ങാൻ കഴിയില്ല, അത് ഭയങ്കരമാണ്. നമ്മൾ എന്തും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ ക്യാമ്പസുകളിലൊക്കെ റാഗിങ് നടക്കുന്നതും സംഘടനകൾ ഉണ്ടാവുന്നതും ഒക്കെ ഇത്രയാണ്. ഈ ആളുകളൊക്കെ നല്ല വ്യക്തികളാണ്, പക്ഷേ ഈ പീർ പ്രഷറിൽ സംഭവിച്ചു പോകും. അങ്ങനെ വരുന്ന ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ അതൊരു മിഥ്യാധാരണയാണ്. ഒരു വട്ടല്ലേ 2 വട്ടല്ലേ തിരിച്ചു വരാൻ കഴിയില്ല. കാരണം ഇത് ഒരിക്കൽ ഇതിന് ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലഹരി, എക്സ്റ്റസി എന്നതിൻ്റെ വേറെ പേര്, ഇതിൻ്റെ പേര്
എക്സ്റ്റസി എന്ന് MDMA എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ ടേബിൾ നെയിം എന്ന് പറയപ്പെടുന്നത് എക്സ്റ്റസി എന്ന്. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ഒരു ലഹരിയുടെ അവസ്ഥകളാണ്. അതാണ് ഇവർ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, പരീക്ഷയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റും, ഫസ്റ്റിലൊക്കെ എഴുതാൻ പറ്റും. ആ ഫസ്റ്റിൽ അടിക്കുന്ന ദിവസം ഉഷാർ തന്നെ ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ശരീരത്തിൻ്റെ എല്ലാത്തിനെയും അത് വരിഞ്ഞ് മുറുക്കി നശിപ്പിച്ചു കൊണ്ടിരിക്കും. ചിന്താശേഷി പോകും, പഠിക്കണമെന്ന് താല്പര്യം കുറയും, ഉറക്കം നഷ്ടപ്പെടും, പാതിരാത്രി എണീറ്റിരിക്കും. ബെഡിൽ പാതിരാത്രി എണീറ്റിട്ട് ശൂന്യതയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കള്ളുപിടിച്ചവനൊക്കെ 2 അടി കിട്ടിക്കഴിഞ്ഞാൽ ബോധം തിരിച്ചു വരും. അവൻ പിന്നെ പോയിക്കോളും. ഇതുണ്ടാവില്ല. ഇതങ്ങനെയല്ല ഉണ്ടാവും. ഇതാരെ കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊല്ലാനും റെഡിയില്ല. അപ്പോൾ ഇതങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് തിരിച്ചു വരവില്ല. അപ്പോൾ ഇതൊരു മിഥ്യാധാരണയാണ്. ഇത് ഒന്നൊന്ന് നോക്കാം, പരീക്ഷ നോക്കാം. ഈ വാക്കും തന്നെയാണ് കുട്ടികളെ പറ്റിക്കുന്ന ഒന്ന്. ഇത് ഈ സമയത്ത് ക്യൂരിയോസിറ്റി അധികമാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി പെട്ടാണല്ലോ, പുതിയ കാര്യങ്ങൾ പഠിക്കുക. അത് പെട്ടതാണ് ഇത്. ക്യൂരിയോസിൻ്റെ പുറത്ത് ചെയ്യണം. ക്യൂരിയോസിൻ്റെ പുറത്ത് ചെയ്യും. ഭയങ്കര ഡേഞ്ചർ. അപ്പോൾ എല്ലാവരും ജനിക്കുന്നത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല ആളുകളായിട്ട് ജനിക്കും. പിന്നെ ചുറ്റുപാടിനനുസരിച്ച് അത് മാറും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നെ കേരളത്തിൽ പിന്നെ ലഹരി കൊടുക്കുന്ന ആളുകൾ. ലഹരി മീൻസ് കള്ള്, ബീറ്, പിന്നെ ഫോറിൻ ലിക്വിഡ്, ഇതൊക്കെ കൊടുക്കുന്നത് ആരാണ്? ലിക്കർ കൊടുക്കുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതേ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇതിനെ തടയുന്നവരും. അതൊക്കെ ഒരു വൈരുദ്ധ്യല്ലേ? ഉണ്ട്. മൂന്നാമത്തത്, അതേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കള്ള് കുടിച്ചവനെ കള്ളിൽ നിന്നും മോചനം കൊടുക്കാൻ വേണ്ടി വിമോചനം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘമുണ്ട്. ലഹരിയിൽ നിന്ന് വിമോചിക്കാൻ വേണ്ടി. അതും എക്സൈസ്. അങ്ങനെയല്ല. ഇതിന് ശാസ്ത്രീയമായി തന്നെ ഇത് ചെയ്യുന്ന പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ അത് നടത്തുന്നതും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പിരിയൻ കോണിയാണ്. ഇതിന്ന് കഴിച്ചിലാവില്ല. ഒരു സർക്കിളാണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നവർ ഇവർ തന്നെയാണ്, ഇത് സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ്, ഇതിൽ നിന്ന് മുക്തി കൊണ്ടുവരേണ്ടത് ഇവർ തന്നെയാണ്. ഈ സിസ്റ്റത്തെ ഒന്ന് മാറ്റിമറിക്കണം, ഉടച്ചു വാർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സർക്കാരുകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പണിയിൽപ്പെട്ടത് ലഹരി ഏതാവട്ടെ അതിനെതിരെ നിൽക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു ആത്മാർത്ഥത സർക്കാരുകൾ കാണിക്കണമെന്നാണ് KM കോളേജിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ ചുറ്റിക്കൊണ്ട് അതിനൊരു മാറ്റം വരില്ല. വേറൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ തലപ്പത്തേക്ക് എത്താൻ കഴിയില്ല. ഇപ്പോൾ 400 ബില്യൺ 35 ലക്ഷം കോടി ഒരു വർഷം പിന്നെ വിറ്റുവരവുള്ള ബിസിനസ് ഏതാണുള്ളത്? തരുള്ളൂ. രണ്ടാമത് 1000 കച്ചവടം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സിംഗിൾ പിന്നെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ലഹരി തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ളവരെ തടുക്കാൻ കഴിയില്ല. ഇതിനാണ് നെക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നെക്സസ് ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. ആ നെക്സസിനകത്ത് ഇതിനെ തടയേണ്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളുണ്ടാവും. അതിൽ തന്നെ ഉണ്ടാവും. ടോപ്പുള്ളവരുണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇച്ഛാശക്തി എന്നൊരു സാധനമുണ്ട്. ആ ഇച്ഛാശക്തി പുറത്തെടുത്ത് പരിശ്രമിച്ചാൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അതിന് പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രം മെനക്കെട്ടാൻ മതിയാവില്ല. എല്ലാവരും സമൂഹത്തിലെല്ലാവരും ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും ഞാൻ പറയും UGC ഒരു തീരുമാനം എടുത്താൽ പോലും ഈ ലഹരി പകുതിയായിട്ട് കുറക്കാൻ പറ്റും. അതിൽ പകുതിയിലധികമായിട്ട് കുറക്കാൻ പറ്റും. കാരണം UGC അത്രയും സ്ട്രിക്റ്റായിട്ട് നിലപാടെടുത്താൽ മതി. എന്നാൽ ക്യാമ്പസുകളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി വേറെ ചോദ്യം ചോദിച്ചല്ലോ, വിദ്യാർത്ഥികൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ലഹരി ഉപയോഗിക്കാത്തൊരു വിദ്യാർത്ഥി ഇപ്പോൾ എന്താ ക്യാമ്പസിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ലഹരി ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും അത് പറയാൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാനോ പ്രിൻസിപ്പളുടെ അടുത്ത് എത്തിക്കുവാനോ അവരെ വീട്ടിലെത്തിക്കുവാനോ തയ്യാറാവും. ഇതൊരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. ഇത് എന്തുകൊണ്ട് അത് അവനായി അവൻ്റെ പാടായി എന്ന് പറഞ്ഞു പോകുന്നത് സംഗതികൾ നടന്നു പോയാൽ മതി എന്നുള്ളിടത്തേക്ക് ലഹരിൻ്റെ കാര്യത്തിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വേറെയും പ്രശ്നമുണ്ട്. കാരണം ഈ പിന്നെ ഉപയോഗിക്കുന്നവനോ ഈ കാരിയറോ ഇവരെ വാച്ച് ചെയ്തൊരു വിഭാഗം അപ്പുറത്തുണ്ട്. അവരെ പേടിയാണ്. ഇതിൻ്റെ പേരാണ് മാഫിയ. ഒരു വലിയ മാഫിയ, ലോകത്തെ ഏറ്റവും വലിയ മാഫിയ ഡ്രഗ് മാഫിയ. ഈ ഡ്രഗ് മാഫിയയുടെ പിന്നെ നീരാളി കൈകൾ അത് വളരെ വിശാലമാണ്. അപ്പം നമ്മളതിനെ എതിർത്താൽ നമുക്ക് പണി കിട്ടും. അങ്ങനെയുണ്ട്.
ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് ആ ബോധ്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത് തടയണോ, നമ്മളുടെ വീട് രക്ഷപ്പെടണോ, നമ്മളുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിമാർ നഷ്ടപ്പെടാതിരിക്കണോ, ചെയ്യേണ്ടി വരും. ബന്ധങ്ങൾക്കൊക്കെ പരിക്കേൽക്കില്ല, നന്നായിട്ട് പരിക്കേൽക്കും അല്ലേ. ബന്ധങ്ങൾക്ക് പറഞ്ഞാൽ ആ വ്യക്തി പിന്നെ ഇല്ല. ആ വ്യക്തി പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യക്തി എന്നേ ഉള്ളൂ. പക്ഷെ ആ വ്യക്തി പിന്നെ ഇല്ല, ആ ബുദ്ധി ഇല്ല, ആ ബോധം പിന്നെ ഇല്ല, അവൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ അവനെ ഇല്ല. ഇത് പലപ്പോഴും അറിയില്ല. കല്യാണമൊക്കെ പിന്നെ ഷാഹിനിപ്പം പിന്നെ 20 വയസ്സോ 19 വയസ്സൊക്കെ ആയില്ലേ, ഒരു 5-6 വർഷം കഴിഞ്ഞാൽ കല്യാണം കഴിക്കണ്ടേ. പക്ഷേ ഇത്ര കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ കഴിയും? അതൊന്നും അറിയാതെയായിരിക്കും പലപ്പോഴും കല്യാണം നടക്കുന്നത്. 6-ാം ദിവസം 10-ാം ദിവസം 1 മാസം കഴിഞ്ഞാൽ അത് ഡൈവോഴ്സ് ആവാനുള്ള കാരണം ഇവൻ രാത്രി എണീറ്റിരിക്കുന്നുണ്ടാവും, ഇത് കിട്ടാതെ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇവർ തിരിച്ചറിവ് ഒരുപാട് കഴിഞ്ഞിട്ടാവും വരിക. അതെ, നല്ല സമയങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പിന്നെ ഇത് യുവാക്കൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ ലഹരി വസ്തുക്കളെ കുറിച്ചിട്ട്. ഇതൊന്ന് ക്ലിയർ ആക്കണം. അത് ലഹരി വസ്തുക്കളെ കുറിച്ച് അത് ക്ലിയർ ആക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ സൊസൈറ്റിയുടെ മൊത്തത്തിലാണ്. ഇപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും തിരിച്ചറിവില്ല. അതിപ്പോൾ എന്താ, കള്ളു കുടിക്കുന്നേക്കാൾ നല്ലതല്ലേ എന്നുള്ളതാണ് പറയുന്ന ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്, സത്യമായിട്ട് കേട്ടിട്ടുണ്ട്. കുട്ടികൾ തന്നെ, അതായത് കള്ളിനേക്കാളും ബെറ്ററാണ്. കാരണം കള്ള് കുടിച്ചാൽ പെട്ടെന്ന് തലകറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ആളുകളുടെ ഇടയിൽ മനസ്സിലാവും, മണം ഉണ്ടാകും, വീട്ടിൽ കയറാൻ പറ്റില്ല, സമൂഹത്തിൽ നിൽക്കാൻ പറ്റില്ല, കുട്ടികൾക്ക് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റില്ല, കുഴഞ്ഞ വർത്തമാനമൊക്കെ ആയിരിക്കും, ഒക്കെ ആയിരിക്കും. അതൊന്നും ഇതിന് പെട്ടെന്ന് തോന്നില്ല. അതുകൊണ്ട് ഇത് സേഫാണ് എന്നുള്ളത്. ഉപയോഗിക്കുന്നവർക്ക് സേഫായിട്ട് ഉപയോഗിക്കാം, കടത്തുന്നവർക്ക് സേഫായിട്ട് കടത്താം. പക്ഷേ ഇതിൻ്റെ ഡേഞ്ചർ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ആളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. വായിലെ വല്ലൊക്കെ പോകും, പിന്നെ എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും, ശരീരം ഹീറ്റായിരിക്കും, 5 മിനിറ്റ് ഓൻ ക്ഷമയോട് കൂടി നിൽക്കാൻ പറ്റില്ല. ഓന് പിന്നെ ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തായത് ഒരാളെ കൊല്ലാനാണ് തീരുമാനിച്ചെങ്കിൽ കൊന്നിരിക്കും. ഇടക്കിടക്ക് വെച്ചിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഇതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഭ്രാന്തായി. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ രീതിയിലേക്ക് ആൾ മാറിപ്പോകും. അതോടുകൂടി പിന്നെ ശരീരത്തിന് അതിൻ്റെ വശങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഈസി ആയൊരു സാധനമല്ല. അതൊരു 1 ടൈം പരീക്ഷിച്ച് നോക്കാം എന്ന് പറയുന്ന രീതിയിൽ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാൻ പറ്റുന്ന സാധനമല്ല. ലഹരിയോട് 100% ബൈ പറയേണ്ടി വേണം. അതല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കേണ്ടത്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇന്ന് എടുക്കുന്ന സ്റ്റെപ്പാണ്. അതിനോട് നോ എന്ന് ഓൾവേസ് പറയാനുള്ളൊരു കരുത്ത് ഉണ്ടാക്കിയെടുക്കുക. എന്ത് സമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് പെട്ടുപോകാതിരിക്കാൻ, അപ്പോഴൊക്കെ മറ്റെന്തെങ്കിലും വഴികൾ കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്നും മോചനം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥി എന്നല്ല, ഒരു വ്യക്തി എന്ന രീതിയിലുമല്ല, ഒരു കുടുംബം എന്ന രീതിയിൽ തന്നെ ആളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളോടും നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ KM കോളേജിൽ നമ്മളെങ്ങനെയാണോ ഇതൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത്, ആരോഗ്യകരമായ ഒരു വിദ്യാർത്ഥി അധ്യാപന ബന്ധമുണ്ടാക്കിയെടുത്തുകൊണ്ട് ലഹരിക്കെതിരെ പോരാട്ടം.